പേളിമാണി ഇത്രക്കും അധപ്പതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഉള്ളത് പറയാലോ, ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് പേളിമാണിയോടുള്ള സകല റെസ്പെക്റ്റും പോയി കിട്ടി. ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ 1-2 ദിവസമായിട്ട് പേളിമാണിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില സംഭവ വികാസങ്ങളാണ്. ഇപ്പൊ നമുക്കറിയാം, അങ്ങ് ഡൽഹിയിൽ NIT എക്സാം റീകണ്ടക്ട് ചെയ്തത് കാരണം കുറച്ച് കുട്ടികൾ ജീവൻ ഒടുക്കിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള സമരം ഡൽഹിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുഴുവനുമുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ സമരം ചെയ്യുന്നവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പോകാൻ പറ്റുന്നവരൊക്കെ അവിടെ പോയി സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പേളിമാണിയുടെ അക്കൗണ്ടിൽ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത്. ഉള്ളത് പറയാലോ, ആ പോസ്റ്റ് കണ്ടിട്ട് എനിക്ക് ദേഷ്യവും അമർഷവും ഒരുപോലെ വന്നു പോയി എന്നുള്ളതാണ്. എന്തോന്ന് ഈ പണ്ണ് പറഞ്ഞു വെച്ചേക്കുന്നത്. എന്തായാലും ഇംഗ്ലീഷിലാണ് പേളിമാണി പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. കുഴപ്പമില്ല, ഞാനത് മലയാളീകരിച്ച് തർജ്ജമ ചെയ്ത് തരാം. അപ്പൊ പേളിമാണിയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വളരെ വേദനാജനകമായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒന്ന് നിർത്തി ചിന്തിക്കാനും ആത്മപരിശോധന നടത്താനും അത് നിർബന്ധിതരാക്കി. നമ്മുടെ നാട്ടിലെ യുവജനങ്ങളുടെ ശക്തിയും ഐക്യവും ദൃഢനിശ്ചയവും നാം നേരിൽ കണ്ടു. വിദ്യാർത്ഥികൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റ സംഘർഷങ്ങളുടെ ഹൃദയഭേദകമായിട്ടുള്ള ചിത്രങ്ങളും വീഡിയോകളും ഞാൻ കണ്ടു. അതെന്റെ ഉള്ളിൽ എന്തോ മാറ്റം വരുത്തി. എന്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത് ഒരു കാര്യം മാത്രമായിരുന്നു: ദയവായി പരിക്കേൽക്കരുത്, ദയവായി സുരക്ഷിതരായിരിക്കൂ. നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ തിരികെ വീട്ടിലേക്ക് പോവുക. ഒരു ലക്ഷ്യവും ജീവൻ നഷ്ടപ്പെടുത്താൻ തക്ക വിലയുള്ളതല്ല. എന്തൊരു കരുതലാണെന്ന് നോക്കിയ നമ്മുടെ പേളിച്ചേച്ചിക്ക്. സമരം ചെയ്യുന്ന കുട്ടികളെ നോക്കി പേളിച്ചേച്ചി പറയാണ്: നിങ്ങളുടെ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടു മക്കളെ, നിങ്ങൾക്ക് പരിക്കേറ്റതൊക്കെ നമ്മൾ കണ്ടു, നിങ്ങളുടെ ഐക്യം കണ്ടു, നിങ്ങളുടെ നിശ്ചയദാർഢ്യം കണ്ടു, എല്ലാം നമ്മൾ കണ്ടു. എന്തിനാ മക്കളെ വെറുതെ അടി കൊള്ളാൻ നിൽക്കുന്നത്? നിങ്ങൾക്കൊക്കെ വീട്ടിൽ പോയിക്കൂടെ? വെറുതെ അടിയും കൊണ്ട് അവിടെ കെടുക്കണോ എന്നുള്ള രീതിയിലാണ് പേളിമാണി സംസാരിച്ചു വെക്കുന്നത് അല്ലെ. സംഭവത്തെ എത്ര നിസ്സാരവൽക്കരിക്കുകയാണെന്ന് നോക്കിക്കേ. പേളിമാണിയുടെ മകൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെങ്കിൽ ഇമ്മാതിരി പോസ്റ്റ് ആയിട്ട് പേളിമാണി ഇറങ്ങും. പേളിമാണിയുടെ മകൾ എന്താക്കുന്ന ഒരു NIT എക്സാം എഴുതി, അതിൽ മകൾക്ക് സീറ്റ് കിട്ടുന്നു മകൾ ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു അവസരത്തിൽ ആ എക്സാം റീകണ്ടക്ട് ചെയ്തു. അങ്ങനെ ഒരു അവസ്ഥ പേളിമാണിക്ക് വരാണെങ്കിൽ പേളിമാണി മധുര വർത്താനം പറയോ? ഒരുപാട് കുട്ടികൾ ഭാവി തലമുറക്ക് വേണ്ടി നടത്തുന്ന ഒരു പോരാട്ടമാണിത്. അതിനുവേണ്ടി അവർ ഊരും ഉയരും കൊടുത്ത് ഇറങ്ങി പുറപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം പേളിച്ചേച്ചി പറയുന്നത് എന്താണ്? ഒക്കെ നിർത്തി വീട്ടിൽ പോയിക്കോളാൻ. എനിക്ക് എന്തോ ഇത് കളിയാക്കുന്ന പോലെയാണ് തോന്നിയത്. ഇപ്പൊ ചില ആൾക്കാരൊക്കെ നോക്കി നമ്മൾ പറയാറില്ലേ, നീ ടോപ്പാടാ, നീ അടിപൊളിയാടാ, നിർത്തിക്കാള് എന്നുള്ള രീതിയിൽ അതേപോലെ ഉണ്ട്. മക്കളെ നിങ്ങളൊക്കെ അടിപൊളിയാണ്, ടോപ്പാണ്, ഇനി എല്ലാവരും നിർത്തി പോയിക്കോളൂ, വീട്ടിലേക്ക് പോയിക്കോളൂ എന്നുള്ള രീതിയിൽ ഒരുമാതിരി ആട്ടിപ്പായിക്കുന്ന വർത്താനം അല്ലേ. വളരെ മോശം എന്നല്ലാതെ ഇതിനെ കുറിച്ചൊന്നും പറയാനില്ല. എന്തായാലും പേളിച്ചേച്ചിക്ക് പറയാനുള്ളത് ബാക്കിയോട് വായിച്ചു നോക്കാം. ഓരോ വിദ്യാർത്ഥിയും ആരുടെയോ മകനോ മകളോ ആണ്, ആരുടെയോ സ്വപ്നമാണ്, ആരുടെയോ മുഴുവൻ ലോകമാണ്. ആണില്ലേ? എന്നാ കേട്ട പേളിമാണി. അതേപോലെ ഒരു അച്ഛന്റെ സ്വപ്നമായിരുന്ന 20ഓളം മക്കളാണ് ജീവൻ ഒടുക്കിയിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് ഈ സമരങ്ങളൊക്കെ അരങ്ങേറുന്നത്, ഈ സമരങ്ങളൊക്കെ നടത്തുന്നത്. അതിനെക്കുറിച്ച് പേളിക്കൊന്നും പറയാനില്ല. അല്ല, പറയുമ്പോ നമ്മളെല്ലാം പറയണല്ലോ. എന്തായാലും ബാക്കിയോട് വായിച്ചു നോക്കാം. മറ്റു പലരെയും പോലെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സുതാര്യവും നിയുക്തവുമായ, ഓരോ കുട്ടികൾക്കും വിജയിക്കാൻ തുല്യ അവസരങ്ങൾ നൽകുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന് അവർ അർഹരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് അർഹരാണെന്ന് വിശ്വസിക്കാൻ ആ വിദ്യാഭ്യാസ സംവിധാനം ഉണ്ടായിട്ട് വേണ്ടേ? അത് താറുമാറാവാതിരിക്കാൻ വേണ്ടിയാണ് വിദ്യാർത്ഥികൾ തെരുവിൽ ഇറങ്ങി സമരം ചെയ്യുന്നത്. അതുപോലും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലേ പേളി നിനക്ക്? നിങ്ങൾ ശരിക്കും പൊട്ടത്തിയാണോ അതോ പൊട്ടത്തിയായിട്ട് അഭിനയിക്കുകയാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ബാക്കിയോട് നോക്കാം. അവർ പറയുന്നത് കേൾക്കപ്പെടാനും സമാധാനപരമായി സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ സുരക്ഷിതരാണെന്ന് തോന്നൽ ലഭിക്കാനും അവർ അർഹരാണ്. ആണില്ലേ? വളരെ നല്ല കാര്യം. നന്നായി ബാലൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ പേളിച്ചേച്ചി. എന്തായാലും പേളിച്ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ. അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഒരിക്കലും മറിഞ്ഞു പോകരുതെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതുപോലെ ഈ മൂവ്മെന്റ് ഒരിക്കലും മറിഞ്ഞു പോകരുതെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഒരു മൂവ്മെന്റ് ഇത്രയും വലിയതാവുമ്പോൾ വികാരങ്ങൾ ശക്തമാകുന്നത് സ്വാഭാവികമാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വരും, ചർച്ചകൾ കൂടുതൽ സങ്കീർണമാവുകയും ചെയ്യും. എന്നാൽ നമ്മുടെ ശ്രദ്ധ എപ്പോഴും വിദ്യാർത്ഥികളിലും അവർ നമുക്ക് ചേർന്ന് നിർമ്മിക്കാൻ ആവശ്യപ്പെടുന്ന ഭാവിയിലുമാകണമെന്നാണ് എന്റെ പ്രതീക്ഷ. സമാധാനപരമായി അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ പേളി, എന്താണോ ഈ സമാധാനപരമായിട്ടുള്ള അഭിപ്രായ പ്രകടനം? അതൊന്ന് പറഞ്ഞു തന്നാട്ടെ. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറയുന്നതായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇടുന്നതായിരിക്കും അല്ലെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും അല്ലെ. പേളിമാണ് ഉദ്ദേശിച്ച സമാധാനപരമായിട്ടുള്ള അഭിപ്രായ പ്രകടനം. അല്ലാതെ സമരം ചെയ്യുന്നതൊന്നും സമാധാനപരമായിട്ടുള്ള അഭിപ്രായ പ്രകടനമല്ല അല്ല പേളി. ഇവിടെ പേളി പറയാതെ പറഞ്ഞു വെച്ചെന്താന്നുള്ള എല്ലാവർക്കും മനസ്സിലായല്ലോ. സമരം ഒരിക്കലും സമാധാനപരമായിട്ടുള്ള അഭിപ്രായ പ്രകടനമല്ല. എല്ലാവരും വീട്ടിലേക്ക് പോയിക്കോളി. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞോളി, വല്ല പോസ്റ്റ് അങ്ങനെ ഇട്ടോളി. അല്ലാണ്ട് സമരം ചെയ്ത് വെറുതെ സമാധാനം കളയല്ലേ എന്നുള്ള രീതിയിലാണ് പേളിച്ചേച്ചി ഇവിടെ ഉദ്ദേശിച്ച് വെച്ചത്. എന്തോന്ന് ഇതിനൊക്കെ പറയാ അല്ലേ. ഒരു പ്രിവിലേജ് സ്പേസിൽ ജനിക്കുകയും വളരുകയും ചെയ്ത പേളിമാണി, താങ്കൾക്ക് സമരവുമായി ബന്ധപ്പെട്ട് എന്തറിയാം? നമ്മുടെ നാട്ടിൽ സമരത്തിലൂടെ അല്ലാതെ എന്താണ് നേടിയെടുത്തിട്ടുള്ളത്? സ്വാതന്ത്ര്യം പോലും സമരത്തിലൂടെയാണ് നേടിയെടുത്തിട്ടുള്ളത്. അതിന് ചരിത്രം അറിഞ്ഞിട്ട് വേണ്ടേ? ചുമ്മാ വന്നിരുന്ന് ഡയലോഗ് അടിക്കാനല്ലാതെ താങ്കൾക്ക് എന്തറിയാം പേളി? ഇതൊക്കെ ഉണ്ടല്ലോ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ഞാൻ പറയണമെന്ന് വിചാരിച്ചല്ല. പേളിമാണി ഫാൻസ് ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. എനിക്കിത് പറയാതെ വയ്യ. എന്തായാലും പേളിക്ക് പറയാനുള്ള ബാക്കിയോട് നോക്കാം.
ആരിൽ നിന്നാലും ആക്രമണത്തിൽ ഞാൻ വിശ്വസിക്കില്ല. ചരിത്ര പ്രസ്ഥാനങ്ങൾ ഓർക്കുന്നത് അവ എന്തുകൊണ്ട് ആരംഭിച്ചു എന്നതിനാൽ മാത്രമല്ല, അവ എങ്ങനെ മുന്നോട്ട് പോയി എന്നതിനാലും കൂടിയാണ്. വർഷങ്ങൾക്ക് ശേഷം നാം ഈ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വേദനയും ഭയത്തെയും ഭിന്നതയുമല്ല, മറിച്ച് ധൈര്യത്തെയും കരുണയെയും അർത്ഥവത്തായ മാറ്റത്തെയും കൂടുതൽ ശക്തമായി ഇന്ത്യയെ രൂപപ്പെടുത്താൻ സഹായിച്ച ഒരു തലമുറയെയുമാണ് നാം ഓർക്കേണ്ടതെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ആഹാ, എന്തൊരു ഭംഗിയുള്ള വാക്കുകൾ അല്ലേ! സ്നേഹവും സഹാനുഭൂതി അങ്ങോട്ട് കുത്തി നിറച്ച വാക്കുകൾ അല്ലേ! ഇങ്ങനെയൊക്കെ പറയാൻ പേളിനെ കൊണ്ടേ പറ്റൂ. ഭാഗ്യം പേളിമാണി 1947 ഒന്നും ജീവിക്കാതിരുന്നത്. അല്ല, അന്ന് വേണമെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങുമ്പോൾ പേളിമാണി പറയുമായിരിക്കും, വേഗം എല്ലാവരും പിരിഞ്ഞു പോയിക്കോളും, നമുക്ക് എന്ത് പരിപാടി ഒന്നും വേണ്ട, സമരം ഒന്നും വേണ്ട, ബ്രിട്ടീഷുകാർ എന്താണെന്ന് വെച്ചാൽ ഭരിച്ചോട്ടെ, നമ്മൾ എന്താണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത്. കുറെ കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ ബ്രിട്ടീഷുകാരായിട്ട് കച്ചറ ഉണ്ടാക്കിയൊക്കെ നമുക്ക് ഓർത്തെടുക്കാനുണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോയിക്കള്ളി എന്നുള്ള രീതിയിലായിരിക്കും പുള്ളിക്കാർ പറയാൻ പോകുന്നത്. അങ്ങനെ ഒരു സാധനം ഇഷ്ടം. എന്തായാലും ബാക്കി പറ. ഫൈനലി നിങ്ങളിൽ പലരും എന്റെ അഭിപ്രായങ്ങൾ പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചു. ചിലർ എന്നെ പ്രോത്സാഹിപ്പിച്ചു, മറ്റു ചിലർ ഞാൻ മൗനം പാലിച്ചതിനെ ചോദ്യം ചെയ്തു. രണ്ടും ഞാൻ മനസ്സിലാക്കുന്നു, എന്തോന്ന് മനസ്സിലാക്കുന്നു. ഇതിനേക്കാളും ഭേദം ഒന്നും പറയാതിരിക്കുന്നതായിരുന്നു. അതാകുമ്പോ ഇങ്ങനെ ചീത്തവിളി കേൾക്കേണ്ടി വരില്ലായിരുന്നു. പേടി ദിസ് ഈസ് സോ ചീപ്പ്. പറയാതെ വയ്യ, മിണ്ടാതിരുന്നാ പോരായിരുന്നു. അതാകുമ്പോ മിണ്ടാതിരുന്നു എന്നുള്ള ചീത്തപ്പേര് മാത്രം കേട്ടാൽ മതിയായിരുന്നു. എന്നാലും ബാക്കി പറഞ്ഞാട്ടെ. നിരവധി ആളുകളിലേക്ക് എന്റെ വാക്കുകൾ എത്തിച്ചേരാൻ കഴിയുന്ന ഒരാളെന്ന നിലയിൽ, പ്രത്യേകിച്ച് ഇത്തരം സമയങ്ങളിൽ വളരെ ശ്രദ്ധയോടെയും ഉത്തരവാദിത്വത്തോടെയും സംസാരിക്കേണ്ട ബാധ്യത എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞത് കറക്റ്റാണ്. വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് തന്നെയാണ് നിങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. പേളി കറക്റ്റ് നിങ്ങൾ ഗവൺമെന്റിനെ താങ്ങി തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. അതിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ വളരെ സൂക്ഷിച്ചും ഉത്തരവാദിത്വപ്പെട്ടും ഒക്കെ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. അതിൽ യാതൊരു സംശയവും വേണ്ട. അല്ല, ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് എത്ര റുപ്യ കിട്ടി അത് പറഞ്ഞാട്ടെ പേളി. കിട്ടില്ല എന്ന് മാത്രം പറയരുത്. അതിനെക്കുറിച്ച് ഞാൻ അവസാനം പറയാം. നിങ്ങൾ അത് കണ്ടിട്ടേ പോകാവൂ. ഇതുവരെ കണ്ട ആളുകൾ അതും കൂടി ഉറപ്പായിട്ടും കാണണം. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ട് പേളിമാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളത്. അപ്പൊ നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. എല്ലാവരും എന്നോട് യോജിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എല്ലാവരും നല്ല പേടി, ആരും നിങ്ങളോട് യോജിക്കുന്നില്ല. ഇത് സത്യസന്ധതയോടെയും ബഹുമാനത്തോടെയും പ്രത്യാശയോടെയും പങ്കുവെക്കുന്ന എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. അത് ശരി, നിങ്ങൾ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിരുന്ന പേടി? ഞാൻ വിചാരിച്ച് BJP-ക്കാരെ എഴുതി തന്ന സ്ക്രിപ്റ്റ് ആയിരിക്കും എന്നുള്ളത്. എന്തായാലും പറഞ്ഞാൽ നന്നായി. ബാക്കി പറഞ്ഞാലും. എല്ലാറ്റിനും ഉപരി ഞാൻ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഓരോ വിദ്യാർത്ഥിയുടെയും ഓരോ ഉദ്യോഗസ്ഥരുടെയും ഓരോ പൗരന്റെയും സുരക്ഷയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോ വേണ്ടായേ, ഇങ്ങനെയെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാത്തതാണ് നല്ലത്. പ്രാർത്ഥിച്ചിടത്തോളം മതിയായി. ദയവ് ചെയ്ത് ഇനി പ്രാർത്ഥിക്കാൻ നിൽക്കരുത്. ഒരു റിക്വസ്റ്റ് ആയിട്ട് കണക്കൂട്ടിയാൽ മതി. ഞാനും നമ്മെ നയിക്കട്ടെ, കരുണ നമ്മെ ഒന്നിപ്പിക്കട്ടെ. ഓരോ കുട്ടിക്കും മികച്ച വിദ്യാഭ്യാസവും തുല്യ അവസരങ്ങളും സ്വപ്നം കാണാനുള്ള സ്വാതന്ത്ര്യവും ലഭിക്കുന്ന ഒരു ഭാവി നമുക്ക് ഒരുമിച്ച് നിർമ്മിക്കാൻ കഴിയട്ടെ. എന്ത് കാരുണ്യമുള്ള വാക്കുകൾ അല്ലേ! ഇത് കരുണ കുറച്ച് കൂടി പോയോ എന്നൊരു ഡൗട്ട്. എന്തായാലും കൊള്ളാം, ബാക്കിയോട് നോക്കാം. അവസാനമായി ഒരു കാര്യം കൂടി. ഇന്ന് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. നാളെ പുതിയ വസ്തുതകൾ പുറത്തു വന്നാൽ അവ പഠിക്കാനും ആലോചിക്കാനും എന്റെ അഭിപ്രായം മാറ്റാനും ഞാൻ ഒരിക്കലും മടിക്കില്ല. വേണ്ട 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 വേണ്ട, അഭിപ്രായം എങ്ങനെ തന്നെ കിടന്നോട്ടെ. ഉള്ള അഭിപ്രായം പറഞ്ഞിടത്തോളം മതിയായി. ഇനി അഭിപ്രായം പറയാതിരുന്നാൽ മതി. അഭിപ്രായം പറഞ്ഞിടത്തോളം മതിയായി. ബാക്കി നോക്കാം. അതിനെ ഞാൻ ബലഹീനതയായി കാണുന്നില്ല, വളർച്ചയുടെയും ഉത്തരവാദിത്വത്തിന്റെയും അടയാളമായാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എന്റേത് ഉൾപ്പെടെ ആരുടെയും അഭിപ്രായത്തെ അന്ത്യസത്യമായി കാണരുത്. അതിന് ആര് കാണുന്നു? ഇന്ന് തൊട്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ പോലും ഇവിടെ പുല്ല് വിലാണുള്ളത്. കാരണം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള ഇവിടെ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് എന്റെ അഭിപ്രായം അന്ത്യസത്യമായി കാണരുതെന്നൊന്നും പറഞ്ഞു വല്ല ഡയലോഗ് അടിക്കാനൊന്നും വരണ്ട. അങ്ങനെയാണെങ്കിൽ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം പോലെ ആരോട് മൈൻഡ് ആക്കാൻ പോകുന്നില്ല. ബാക്കി നോക്കാം. വായിക്കുക, കേൾക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, വിവരങ്ങൾ അറിഞ്ഞിരിക്കുക, വിമർശനാത്മകമായി ചിന്തിക്കുക. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ സ്വന്തം അഭിപ്രായം രൂപപ്പെടുത്തുക. അതെന്നാണ് എനിക്ക് പേളിമാണിയോടും പറയാനുള്ളത്. സ്വന്തമായിട്ട് അഭിപ്രായം പറയാം, അല്ലാണ്ട് BJP-ക്കാർ എഴുതി തരുന്ന അഭിപ്രായമല്ല പറയേണ്ടത്. ബാക്കി നോക്കാം. നിങ്ങൾ തന്നെ ആകട്ടെ നിങ്ങളിൽ ഏക സ്വാധീനം ചെലുത്തുന്ന വ്യക്തി. അതെ, ആരായി പറയുന്നത്? സ്വാധീനത്തെ കുറിച്ചൊന്നും പറയാത്തതാണ് നല്ല പേളി ചേച്ചി. എന്തായാലും പേളി ചേച്ചി ബാക്കി പറ. വിവരമുള്ളവരും കരുണയുള്ളവരും വിധി പറയുന്നതിന് മുമ്പ് മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറുള്ളവരുമായ ജനങ്ങളാണ് ശക്തമായ ഒരു രാഷ്ട്രത്തെ നിർമ്മിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഇന്ത്യയാണ് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും സമാധാനവും സ്നേഹവും സംഗീതവും നേരുന്നു. ഇതാണ് പേളിമാണിയുടെ ആകത്തുക പോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നല്ല രീതിയിൽ ഇവിടുത്തെ ഗവൺമെന്റിനെ വെളുപ്പിച്ചിട്ടുണ്ട് അല്ലെ? നല്ലോണം തേച്ച് മിനുക്കി വെച്ചിട്ടുണ്ട്, നല്ലോണം പൊട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഉള്ളത് പറയാലോ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പേളിമാണി ഇങ്ങനെ ഒരു പോസ്റ്റ് ആയിട്ട് വരുന്നുള്ളത്. ഇനി ഇതിനും വലിയ കോമഡി ഇനി അങ്ങോട്ടാണ് നടക്കുന്നത്. എന്തായാലും പേളിമാണി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. കമന്റ് ബോക്സിലാണെങ്കിൽ എല്ലാവരും പിടിച്ച് ഊക്കാൻ തുടങ്ങി. അവസാനം ഊക്ക് കൂടിയതോടെ എന്താക്കിയെന്ന് അറിയോ? പേളിമാണി ഈ ഊക്കുന്ന ആൾക്കാരെ പിടിച്ച് ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബ്ലോക്ക് ചെയ്യപ്പെട്ട് ഒരുത്തി എന്താക്കിയെന്ന് അറിയോ? ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അന്ന് കേട്ടോക്കാം. പേളിമാണി എന്നെ ബ്ലോക്ക് ചെയ്തു ഗൈസ്. സത്യം പറഞ്ഞത് ഇവിടെ ഒന്ന് പറയണമെന്ന് ഓർത്തില്ല, പക്ഷെ എനിക്ക് പറയണം തോന്നി. കാരണം ഇത്രയും നാളും സൈലൻസിന് ശേഷം പുള്ളിക്കാരി ഇന്നൊന്ന് വാ തുറക്കാന്ന് വിചാരിച്ചിട്ട് ഇന്നൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ പക്ക മനസ്സിലാവും. ലൈക്ക് പക്ക ഒരു സേഫ് ഗെയിം പോസ്റ്റ് ആണ്. അതായത് അവിടെയും ഇവിടെയും ഇല്ലാതെ നടുക്കി കൂടെ ഒരു ആദ്യം ഹെയ്റ്റും അൺഫോളോസ് ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ദിവസത്തിന് ശേഷം ഇട്ടൊരു പോസ്റ്റ്. അത് അപ്പൊ തന്നെ കണ്ടാൽ മനസ്സിലാവും എല്ലാവരുടെയും പ്രശ്നം. കാരണം അതൊന്നും ഒതുക്കി തീർക്കാൻ ഒരു കണ്ണിപ്പൊടി ഇടാൻ വേണ്ടിയിട്ടൊരു പോസ്റ്റാണത്. അതിന്റെ ഇടയിൽ പുള്ളിക്കാരൻ ഇത്രയും വർഷം, എനിക്ക് തോന്നുന്നു ഞാൻ അറൌണ്ട് 2018 തൊട്ടും കണ്ട് പുള്ളിക്കാരനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ആ സമയം തൊട്ട് ഫോളോ ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ പുള്ളിക്കാരിക്ക് ഒരു കമന്റ് ഇട്ടു. അതായത് എന്തുകൊണ്ട് ഇത്രയും ദിവസം സൈലന്റ് ആയിട്ടിരുന്നിട്ട് ഇന്നൊരു സേഫ് ഗെയിം പോസ്റ്റ് ഇട്ട് എന്തിനാണ്, അതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരു കമന്റ് ഇട്ടു. ആൻഡ് ഗസ് വാട്ട്, പുള്ളിക്കാരൻ എന്നെ ബ്ലോക്ക് ചെയ്തു. ആ വീഡിയോയുടെ ആ പോസ്റ്റിന്റെ അടിയിൽ അറൌണ്ട് 500 കമന്റ്സ്
കണ്ടിട്ടുണ്ടായിരുന്നു. സോ പുള്ളിക്കാരി അപ്പൊ പേളി ചേച്ചി ഒരു ദിവസം ഇരുന്ന് ഒരു 500 പേരൊക്കെ ബ്ലോക്ക് ചെയ്യും. എനിക്ക് മനസ്സിലാവണില്ല. അത് പേളിമാണി ബ്ലോക്ക് ചെയ്യുന്നൊന്നല്ല, പേളിമാണിക്ക് അതിനവിടെ സമയം, അതിനൊക്കെ പുള്ളിക്കാർ വേറെ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദിവസം 500-600 ആൾക്കാർ ഇരുന്ന് പേളിമാണി ബ്ലോക്ക് ചെയ്യുന്നുള്ളത്? ഇതിനെ കുറിച്ച് പേളിമാണി തന്നെ മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. നമ്മൾ മുമ്പൊരിക്കലും അതെടുത്ത് റിയാക്ട് ചെയ്തതാണ്, അത് ഞാൻ വീണ്ടും ഇവിടെ എടുത്ത് കാണിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാണെങ്കിൽ പേളിമാണി ഇതിനെല്ലാം ഒരു ടീമിനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നെഗറ്റീവ് കമന്റ്സ് ഡിലീറ്റ് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും ഒക്കെ ആൾക്കാർ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. നെഗറ്റീവ് കമന്റ്സ് ഡിലീറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് എതിർപ്പില്ല, ഇടയ്ക്കിടെ ഞാനും അത് ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് മുമ്പ് ഒരിക്കൽ 2-3 വട്ടം ഞാൻ സംസാരിച്ചതുമാണ്. ഇപ്പൊ ഞാൻ നെഗറ്റീവ് കമന്റ്സ് ഡിലീറ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ പൊതുവെ ഇവിടുത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ വീഡിയോയിൽ എന്ത് പറയുന്നതിനേക്കാളും ഉപരി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് കമന്റ് ബോക്സിൽ ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതാണ്. ഒട്ടുമിക്ക ആളുകളും കമന്റ് ബോക്സ് വായിച്ചതിന് ശേഷം മാത്രമേ വീഡിയോ കാണാൻ ശ്രമിക്കാറുള്ളൂ. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ വീഡിയോ തുറക്കുമ്പോൾ തന്നെ അവർ നെഗറ്റീവ് കമന്റ്സ് കണ്ടു കഴിഞ്ഞാണെങ്കിൽ പിന്നെ അവർ അത് വെച്ചിട്ടായിരിക്കും നമ്മുടെ വീഡിയോനെ വിലയിരുത്തുക. അങ്ങനെ എന്റെ വീഡിയോക്ക് കുറെ ആവർത്തിക്കപ്പെട്ടതോടെയാണ് കുറെ നെഗറ്റീവ് കമന്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങിയത്. എന്നെ ദിവസം വരുന്ന നെഗറ്റീവ് കമന്റ്സ് കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്യുന്നല്ല കേട്ടോ. ഞാൻ അത്യാവശ്യം അബ്യൂസീവ് ആയിട്ടുള്ള കമന്റുകളൊക്കെ ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. എന്നാലും എല്ലാം ഒന്നും ഡിലീറ്റ് ചെയ്യാറില്ല. എന്നെ വിമർശിക്കുന്ന പല കമന്റുകളും ഞാൻ അവിടെ തന്നെ വെക്കും. മാന്യമായി വിമർശിക്കുന്ന പല കമന്റുകൾ അവിടെ വെക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ പലരും ചെയ്യാറുണ്ട് കേട്ടോ, ഞാൻ മാത്രമല്ല. എന്നാൽ മാത്രം നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിലനിന്ന് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് കമന്റ്സ് ഡിലീറ്റ് ചെയ്യുന്നതിനോടൊന്നും എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഈ ബ്ലോക്ക് ചെയ്യുന്ന എന്തിനാണെന്നുള്ളതാണ്. അത്രക്കും പേടിയാണോ പേളിമാണി നിങ്ങൾക്ക്? എനിക്ക് അവിടെ മനസ്സിലാവുന്നില്ല. എന്തായാലും ബാക്കി കേട്ടോക്കാം. ഞാൻ നോക്കുന്ന സമയത്ത് അതിന്റെ അകത്ത് കൂടുതലും പോസിറ്റീവ് കമന്റ്സ് ആയിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇതിന്റെ അകത്ത് ഇത്രയും പോസിറ്റീവ് കമന്റ്സ് വന്നത്. സോ ഇത് എങ്ങനെയും പേളി ചേച്ചി കാണാൻ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസർ എക്സ്പെഷ്യലി പേളിമാണിനെ പോലെ എന്തും എപ്പോഴും തുറന്നു പറയാൻ ധൈര്യമുള്ള അല്ലെങ്കിൽ ഒരു സ്പൈനുള്ള ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഞാൻ കരുതിയിട്ടുള്ള ഒരാളായിരുന്നു പേളിമാണി. അല്ല, അങ്ങനെ കരുതാൻ മാത്രം പേളിമാണി എന്ത് തേങ്ങാക്കോലാണ് ചെയ്തിട്ടുള്ളത്? എനിക്ക് അവിടെ മനസ്സിലാവുന്നില്ല. ഇടയ്ക്കിടെ വന്ന് ഇങ്ങനെ മോട്ടിവേഷൻ കാച്ചുന്നതോ അതോ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പബ്ലിക്കിൽ വന്ന് പറയുന്നതോ അല്ലെങ്കിൽ കുട്ടികളുടെ വിശേഷങ്ങൾ അറിയിക്കുന്നതോ ഇതാണ് എല്ലാം വിളിച്ചു പറയാൻ സ്പൈനുള്ള ഇൻഫ്ലുവൻസർ എന്നൊക്കെ നിങ്ങൾ വിശേഷിപ്പിക്കുന്നത്? എനിക്ക് അവിടെ മനസ്സിലാവുന്നില്ല. നിങ്ങൾ വർത്താനം കേട്ടാ തോന്നല്ലോ പേളിമാണി എന്ന് പറയുന്നത് നാട്ടിൽ നടക്കുന്ന അനീതികൾക്കെതിരെ സംസാരിക്കുന്ന വേണ്ട വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കി വീഡിയോ ചെയ്യുന്ന ഒരാളാണെന്ന്. ഒരു ഫാമിലി വ്ളോഗർ, ഒരു മോട്ടിവേഷൻ സ്പീക്കർ, അത്രയേ ഉള്ളൂ പേളിമാണി. പിന്നെ നന്നായി ഇന്റർവ്യൂ ചെയ്യും. അതിനപ്പുറത്തേക്ക് എന്ത് കുന്താണ് പേളിമാണിക്കുള്ളതെന്ന് എനിക്ക് അവിടെ മനസ്സിലാവുന്നില്ല. തന്നെ കൊള്ളാം, ബാക്കി പറഞ്ഞാട്ടെ. മണി പുള്ളിക്കാരത്തിന്റെ ഒന്നും കയ്യിൽ നിന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ല ഇത്. ആൻഡ് നമുക്ക് ഒരു പോസ്റ്റ് ഇടാനുള്ള റൈറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ കമന്റ് ഇടാനുള്ള റൈറ്റ്സ് ഉണ്ട്. എന്തിനാണ് ബ്ലോക്ക് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്തായാലും വോട്ടെവർ. നിങ്ങൾക്കും ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടാ. എനിക്ക് ബ്ലോക്ക് കിട്ടിയിട്ടില്ല. ബ്ലോക്ക് കിട്ടാൻ ഞാൻ പേളിമാണിന്റെ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിട്ട് വേണ്ടേ? നമ്മൾ വീഡിയോ ചെയ്തതേ ഉള്ളൂ, കമന്റ് എന്തായാലും ഇടാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ. ഇനി വേറൊരു പുള്ളിക്കാരും കൂടി ഇതേമാതിരി പേളിമാണിയിൽ നിന്ന് ബ്ലോക്ക് ചെയ്യപ്പെട്ടൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും കൂടി കണ്ടോക്കാം. ഗൈസ്, നിങ്ങൾ അറിഞ്ഞോ പേളിമാണി എന്നെ ബ്ലോക്ക് ചെയ്തു? എന്റെ പോലെ നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല. ഞാൻ ബ്രേക്കിങ്ങിന് ഇരിക്കുന്നു. ബ്രേക്കിന് ഇരുന്ന സമയത്ത് പേളിമാണിയുടെ ഒരു പോസ്റ്റ് കണ്ടു. പേളിമാണി നമ്മൾ ഇന്റർവ്യൂ ഒക്കെ നടത്തുന്ന പേളിമാണി ചേച്ചിയുടെ. അപ്പൊ ആ പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ വളരെ ന്യൂട്രൽ ആയിട്ട് ഈ പറഞ്ഞ മാതിരി ഞാൻ എല്ലാവിധ സപ്പോർട്ടും സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും വയലൻസ് നല്ലൊരു രീതിയല്ല. പെട്ടെന്ന് തന്നെ എല്ലാത്തിനും ഒരു ശാന്തത വരട്ടെ. ഇത് എന്റെ ഒപ്പീനിയനാണ്, എന്റെ ഒപ്പീനിയൻ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒരു വെള്ളത്തിനും കാല് ചവിട്ടാതുള്ള ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. അപ്പൊ ഞാനതിന് ആ പോസ്റ്റ് ഞാൻ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ട് പറഞ്ഞു, യു ക്യാൻ ഡു ബെറ്റർ ദാൻ ദിസ്, ലൈക്ക് പേളി, ഡോണ്ട് ടേക്ക് എനി ന്യൂട്രൽ സ്റ്റാൻസ് എന്നുള്ള രീതിയിൽ ഞാൻ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടു. അത് കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊരു കൊച്ചിന്റെ പോസ്റ്റ് കണ്ടു. പുള്ളിക്കാരത്തി ഈ പോസ്റ്റിനെതിരെ എന്തോ സംസാരിച്ചു. ലൈക്ക് അതൊരു ന്യൂട്രൽ രീതിയാന്നുള്ള രീതിയിൽ അത് ഇട്ടപാടെ തന്നെ ആ വ്യക്തിനെ പേളിമാണി അല്ലെങ്കിൽ പേളിമാണിയുടെ ടീം എന്താ പറയാ ബ്ലോക്ക് ചെയ്തെന്ന്. അത് പക്ഷേ പുള്ളിക്കാരുടെ പോസ്റ്റിന്റെ ഇടയിൽ ഫുള്ള് ലൈക്ക് പോസിറ്റീവ് കമന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ നെഗറ്റീവ് കമന്റ്സ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പം എന്നെ ബ്ലോക്ക് ചെയ്തേക്കോ പേളിമാണി. ഫസ്റ്റ് ഞാൻ ചോദിച്ചു, പേളിമാണി എന്നെ ഫോളോ ചെയ്തില്ലെങ്കിലും എന്നെ ബ്ലോക്ക് ചെയ്തു, ഞാൻ അത്രയും വലിയൊരാളാണോ? അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് പേളിമാണി ഓക്കെ പൊളിറ്റിക്സിനെ പറ്റി പോസ്റ്റ് എന്തിനാ ഇട്ടെന്ന് പോലും എനിക്കിപ്പോ മനസ്സിലാവുന്നില്ല. 2 ഒരു പൊളിറ്റിക്സിനെ പറ്റി സംസാരിച്ചു. അപ്പം യു ആർ എ പബ്ലിക് ഫിഗർ. അപ്പൊ അതിനെതിരെ ഒരു ക്രിറ്റിസിസം എടുക്കാൻ പോലുമുള്ള ഗട്സ് ഇല്ല എന്നാണോ പേളിമാണി പറയുന്നത്? ലൈക്ക് ഓ മൈ ഗോഡ്, സീരിയസ്ലി ഞാൻ ഇത്ര അഷോട്ട് എന്തിനാ പേളിമാണി ആ പോസ്റ്റ് ഇട്ടത്? ഞാൻ ഇതുവരെ എന്റെ വീഡിയോ ആരോടും ഷെയർ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ വീഡിയോ പറ്റുന്നിടത്തോളം ഷെയർ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ പേളിമാണി എനിക്ക് ടാഗ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ മാക്സിമം പുള്ളിക്കാരുടെ ഫാൻ പേജസും അല്ലാത്ത പേജസും എല്ലാം ഞാൻ ടാഗ് ചെയ്യുന്നതാണ്. പക്ഷേ പറ്റുന്നിടത്തോളം നിങ്ങൾ ഷെയർ ചെയ്യുക. ഉറപ്പായിട്ടും എന്റെ വീഡിയോയിൽ തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോരെ, കേട്ടല്ലോ. ഇതാണ് പേളിമാണിയുടെ വീഡിയോക്ക് താഴെ കമന്റ് ഇട്ടവരുടെ അവസ്ഥ. നിരത്തി പിടിച്ച് ബ്ലോക്ക് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ആകെ തുക കാര്യങ്ങൾ. ഇനി ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ പേളിമാണി പണം വാങ്ങി പോസ്റ്റ് ഇട്ടതാവാനാണ് സാധ്യത എന്നുള്ളത്. അത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. ഒരു ന്യൂസ് ചാനൽ വന്നൊരു റിപ്പോർട്ട് നിങ്ങൾക്ക് ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം. നിങ്ങളൊന്ന് കണ്ടോക്കി. ഡൽഹിയിൽ ഇപ്പൊ നടക്കുന്ന സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത് റീല് ചെയ്യാൻ 20,000 രൂപ വരെ ഓഫർ. അതായത് ആഴ്ചയിൽ 2 റീല് ചെയ്താൽ 40,000 രൂപ വരെ. രൂപേഷ് യാദവ് എന്നൊരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറിന് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു മെയിൽ വന്നിരുന്നു. 1 ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സ് ഉള്ള ആളാണ് രൂപേഷ് യാദവ്.
ഇതിന്റെ ഡിമാൻഡ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നതിൽ പ്രതിപക്ഷത്തിന്റെയും CJPയുടെയും റോളിനെ കുറിച്ച് സംസാരിക്കുക, ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളിൽ സർക്കാരിന്റെ നിലപാട് പറയുക, സർക്കാരിന്റെ വികസന പദ്ധതികളെ കുറിച്ചും നേട്ടങ്ങളെ കുറിച്ചൊക്കെ പൊക്കി പറയുക. അതുപോലെ ഈ മൂവ്മെന്റ് വിദ്യാർത്ഥികളുടെ ഭാവിയെയും നാഷണൽ ഡെവലപ്മെന്റിനെയും രാജ്യത്തിന്റെ ഭാവിയെയും ഒക്കെ അവതാളത്തിലാക്കുമെന്ന ഒരു നെറേറ്റീവ് പറയുക. മൊത്തത്തിൽ സമരത്തിന്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ കാണിക്കുക എന്നൊക്കെയാണ് ഇവർ പറയുന്ന ആവശ്യങ്ങൾ. എയ്വോറ കമ്മ്യൂണിക്കേഷൻസ് എന്നൊരു മെയിൽ ഐഡിയിൽ നിന്നാണ് രൂപേഷ് യാദവിന് മെയിൽ വന്നിട്ടുള്ളത്. പൊളിറ്റിക്കൽ കണ്ടന്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസർമാര് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള റിക്വസ്റ്റുകളും പെയ്ഡ് കൊളാബറേഷനുകളും ഒക്കെ ഇവർക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്ന്. അതായത് പല ഏജൻസികളിൽ നിന്നായിട്ടാണ്. രാജ്യത്തെ പല പ്രീമിയർ യൂണിവേഴ്സിറ്റികളിൽ നിന്നും കുട്ടികളോട് ഇതിനെക്കുറിച്ച് പോസ്റ്റുകൾ ഇടുകയോ ഈ സമരത്തിൽ പങ്കെടുക്കുകയോ ചെയ്യരുത് എന്ന് ഒഫീഷ്യലായി ഓർഡറുകൾ വന്നു എന്ന് പോലും കുട്ടികൾ പറയുന്നുണ്ട്. മെറ്റ ആഡ് ലൈബ്രറി കയറി നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പലതും സ്പോൺസർഡ് ആണ് എന്നും കാണാം. അതായത് ഒരു വീഡിയോയ്ക്ക് 5000 രൂപ മുതൽ 6000 രൂപ വരെ കൊടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ നമ്മുടെ ഫീഡുകളിലേക്ക് എത്തുന്നത്. മാത്രമല്ല ഇങ്ങനെ ഇടുന്ന പല പോസ്റ്റുകളും ഇൻസ്റ്റഗ്രാം ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഡേഞ്ചറസ് പീപ്പിൾ ആൻഡ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരം വീഡിയോകൾ ഇൻസ്റ്റഗ്രാം ടേക്ക് ഡൗൺ ചെയ്യുന്നത്. പാർലമെന്റിന്റെ സെഷൻ നടക്കുമ്പോൾ പുറത്ത് ഇത്രയും വലിയൊരു പ്രശ്നങ്ങൾ നടന്നിട്ട് പോലും രാജ്യത്തെ പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളൊന്നും തന്നെ ഇതിന് യാതൊരു കവറേജും കൊടുത്തിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ കൂടെ മാത്രമാണ് നമ്മൾ കാര്യങ്ങളെല്ലാം അറിയുന്നത്. ഇത്തരത്തിലൊരു സന്ദർഭത്തിൽ അപ്പുറത്തെ സൈഡിൽ ഇതിനെ ഹൈജാക്ക് ചെയ്യാനുള്ള, അതായത് ഈ സോഷ്യൽ മീഡിയ സ്പേസിനെ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളെല്ലാം നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. കേട്ടല്ലോ, പല ഇൻഫ്ലുവൻസേഴ്സിനും പെയ്ഡ് കൊളാബറേഷന് വേണ്ടി റിക്വസ്റ്റുകൾ വരുന്നുണ്ട് പോലും. എന്തിനാണ്? സമരത്തിനെതിരെ സംസാരിക്കാൻ വേണ്ടി. അങ്ങനെ സംസാരിക്കാൻ തയ്യാറാകുന്നവർക്ക് ഇവർ നല്ല തുകയാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങനെ സംസാരിക്കാൻ തയ്യാറായവർക്ക് മുന്നിൽ ഇവർ മുന്നോട്ട് വെക്കുന്ന ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? ഇപ്പൊ നടക്കുന്ന സമരത്തിനെതിരെ സംസാരിക്കുക, ഗവൺമെന്റിനെ പൊക്കി പറഞ്ഞ് സംസാരിക്കുക, സമരം ഡേഞ്ചറസിലേക്കാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുക. ഈ ഗുണങ്ങളെല്ലാം പേളിമാണിന്റെ പോസ്റ്റിൽ നമ്മൾ കണ്ടതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പേളിമാണി പൈസ വാങ്ങിയിട്ട് ചെയ്തതാവാനാണ് സാധ്യത എന്നുള്ളത്. ഇനി ഇവര് തന്നെ ഓഫർ നിങ്ങൾ നോക്കി. ഈ രൂപേഷ് യാദവ് എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസർ 1 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസർ ആണ്. മൂപ്പർക്ക് കിട്ടിയ ഓഫർ എത്രയാണ്? 20,000 രൂപ. 1 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർക്ക് 20,000 രൂപ ഓഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ 5 മില്യൺ ഫോളോവേഴ്സ് ഉള്ള പേളിമാണിക്ക് എത്ര രൂപ ഓഫർ കിട്ടിയിട്ടുണ്ടാകും? മിനിമം നിങ്ങളോട് പറയാനാണെങ്കിൽ ഒരു 10-15 ലക്ഷം രൂപയെങ്കിലും ഓഫർ കിട്ടിയിട്ടുണ്ടാകും. അതിന് മുകളിലേ പോകും, താഴോട്ട് പോകില്ല. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതേപോലെ പണം വാങ്ങി നക്കിയിട്ടാണ് ഇമാതിരി പോസ്റ്റ് പേളിമാണി ഇട്ടതെങ്കിൽ ഉളുപ്പുണ്ടോ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച്, ഇനി തൊട്ട് നിങ്ങളുടെ നിലപാടിന് പുല്ല് വില മാത്രമാണ് പേളിമാണി ഉള്ളത്. ഇതോടുകൂടി നിങ്ങളോടുള്ള സകല റെസ്പെക്ട് അങ്ങോട്ട് നഷ്ടപ്പെട്ടു. വെറും പണത്തിന് വേണ്ടി മാത്രം നിലപാട് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് നിങ്ങൾ എന്നുള്ള കാര്യം ഇതോടുകൂടി മനസ്സിലായി. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലാരിഫൈ ചെയ്ത് രംഗത്ത് വരണം. നിങ്ങൾ പണം വാങ്ങിയിട്ടല്ല ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എന്ന് പേളിമാണിക്ക് ഉറപ്പുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ അത് നിവർത്തിയൊരു വീഡിയോ ചെയ്യും. ഇത് എന്റെ ഒരു വെല്ലുവിളി ആയിട്ട് എടുത്തോ. എന്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പേളിമാണിക്കൊന്ന് അയച്ചു കൊടുക്കുക. എന്നിട്ട് പേളിമാണി തന്നെ പറയട്ടെ ഇത് പെയ്ഡ് ആയിട്ട് ചെയ്ത പോസ്റ്റ് അല്ല എന്നുള്ളത്. ഇനി പേളിമാണിയെ പരിഹസിച്ചുകൊണ്ട് ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ അതും കൂടി വായിച്ചിട്ട് നിർത്താം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സാധാരണ ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സിനെ തന്നെ വീഡിയോ ചെയ്യാൻ 1000 തരാമെന്ന് ഓഫർ വരുമ്പോൾ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സിന് കോടിക്കണക്കിന് രൂപ ഒരു റൈറ്റപ്പ് എഴുതാൻ കൊടുത്താൽ ചിലപ്പോൾ ചെയ്തു പോകും. മക്കളുടെ ഭാവി, സ്വന്തം കുടുംബം, ഭർത്താവിന്റെ കുടുംബം, നാത്തുവിന്റെ കുടുംബം, അങ്ങനെ കുറെ കുടുംബങ്ങൾ നോക്കണം. പണിയുന്ന ഫ്ലാറ്റുകൾ ഫ്രീ കിട്ടുന്ന ഫ്ലാറ്റിന്റെ ഇന്റീരിയർ ഒക്കെ നോക്കണ്ടേ? അടിപൊളിയായി ജീവിക്കണ്ടേ? അതൊരു തെറ്റാണോ ഗൈസ്? പരിയേട്ടാ തെറ്റാണോ? പരിയേട്ടാ കുറ്റം പറയാൻ എല്ലാവർക്കും പറ്റും, മണി തരാൻ എല്ലാവർക്കും പറ്റുമോടാ? ഇതാണ് പോസ്റ്റ്. ഊക്കി വിട്ടിക്കണില്ലേ? എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.